ആഗോള മേനവ സംഗമം മലയാളം തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഹൃദയഭാഷ. മേനവന്മാർക്ക് ആഗോളമാകാതെ നിവൃത്തിയില്ല. ഒരു ജാതിക്കും ആഗോളമാകാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ മേനവന്മാർ ഒരു ജാതിയെ പിന്തുടരുന്നവരല്ല. അവരവരുടെ മനസ്സാക്ഷിയെയും ദൈവത്തെയും ആഗോള മേനവ വൈഷ്ണവന്മാരെയും പിന്തുടർന്നാണ് അവരവരുടെ ദൗത്യം തിരിച്ചറിയുന്നത്. കേരളത്തിൽ തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഭാഷയാണ് നല്ല ഭാഷയായി കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മലയാള തറവാടിത്വം എന്ന് പറഞ്ഞാൽ അത് മേനവ തറവാടിത്വത്തോട് കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ആധ്യാത്മിക ജിജ്ഞാസുക്കളായവരുടെ ഒരു വേദിയാണ്. സർനെയിം, ക്വാളിറ്റി, ടാലൻറ്റ്, എഫിഷ്യൻസി അതത്ര മോശമുള്ള സംഗതിയൊന്നും അല്ല. സർനെയിം ഉള്ളവർക്ക് അങ്ങനെയുള്ള ഒരു വലിയ ബോധത്തോട് കൂടി ചേർന്ന് നിന്ന് എങ്ങനെയായിരിക്കണം സംസ്കാരം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള അവാഗഹമായിട്ടുള്ളൊരു പ്രത്യേക രീതി തന്നെ ഉണ്ട്. അത് മനുഷ്യരെ വെറുക്കുവാനോ മാറ്റി നിർത്തുവാനോ വേണ്ടിയല്ല. മലയാളത്തിൻ്റെ സംസ്കാരം ആധ്യാത്മികമായിട്ടുള്ള സംസ്കാരമാണ്, ശവസംസ്കാരം പോലുള്ള സംസ്കാരമല്ലാതെ. അതുകൊണ്ട് തന്നെ ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. അതാരാണ് പാടിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണെന്ന് തോന്നുന്നു. വള്ളത്തോൾ നാരായണ മേനോൻ, വൈലോപ്പിള്ളി ശ്രീധര മേനോൻ, ഒ ചന്തു മേനോൻ, അങ്ങനെ മലയാള ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത് മേനവന്മാരുടെ കുടുംബങ്ങളിൽ നിന്നാണ് എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞാൽ മേനവന്മാർക്ക് ഉണരാനും ഉയരാനുമായിട്ടുള്ള അവസ്ഥകൾ ഇഷ്ടംമാതിരിയുണ്ട്. മറ്റുള്ളവരുടെ അടിമയാകാതിരുന്നാൽ മാത്രം മതി. അവിടെയാണ് എന്നെപ്പോലുള്ളവർ നിജരാജ യോഗിമാരുടെ ഒരു ദൗത്യവും കൂടി ഏറ്റെടുത്ത് ആഗോള മേനവ സംഗമത്തിനായി വഴിയൊരുക്കുമ്പോൾ അത് മനുഷ്യരെ രക്ഷിക്കുവാനായിട്ടുള്ളൊരു മാർഗം കൂടിയാണ്, ഉദ്ധരിക്കുവാനും. അത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് വേണ്ടിയാണ് ഞാനും നിജരാജ യോഗ ആധ്യാത്മികമായിട്ടുള്ള ദൗത്യത്തോടു കൂടി തന്നെ വെജിറ്റേറിയൻ ക്ലബിനോട് കൂടിയും ചേർന്ന് ഒരു മേനവ ഉദ്ധാരണത്തിനായിട്ട് ഒരുങ്ങുന്നത്. അവിടെ ഒരു യുഗത്തെയാണ് വരവേൽക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല അതൊന്നും. കുറച്ച് ആഴ്ചകൾക്ക് വേണ്ടിയോ മാസങ്ങൾക്ക് വേണ്ടിയോ എന്തെങ്കിലും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു രീതിയുമല്ല. ഒരു വിഷനുമുണ്ട്. ആ വിഷൻ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് മേനവന്മാർക്കാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അറിയുമ്പോഴാണ് മേനവന്മാർക്ക് എന്തു പറ്റി എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടും, അതുപോലെ തന്നെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതെ അവരവരുടെ ദിവ്യത്വത്തെക്കുറിച്ചും അവരവരുടെ ഉയർന്ന ബോധത്തെക്കുറിച്ചും ആധ്യാത്മികമായിട്ടുള്ള പാരമ്പര്യമുള്ള കുടുംബങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, അത് വലിയ കാര്യം തന്നെ. അവിടെയാണ്
പുതിയ ജീവിത രീതിയുടെ ആധ്യാത്മികവൽക്കീകരണം. അവിടെ മനുഷ്യരാശിയെ മൊത്തമായി കാണുവാൻ കഴിയുന്ന ഹൃദയമുള്ള മേനവന്മാർക്ക് ജാതി മത വർഗ വർണ്ണ ലിംഗ ഭാഷ ഭേദ വ്യത്യാസങ്ങളില്ലാതെ തന്നെ അവരുടെ ഹൃദയം കൊണ്ട് അവർക്ക് മനുഷ്യരെ ഉദ്ധരിക്കുവാൻ കഴിയും. അവിടെ പ്രേമത്തിൻ്റെ സന്ദേശത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അത് സാധാരണ മനുഷ്യർ വിചാരിക്കുന്ന പോലുള്ള ചെളിക്കുണ്ടന്മാരുടെ പോലുള്ള പ്രേമമല്ല. ദൈവികമായിട്ടുള്ള ബോധത്തോട് കൂടി നിന്നുകൊണ്ട് കോസ്മിക് കോൺഷ്യസ്നെസ്സും കോസ്മിക് ഇൻ്റലിജൻസും എന്തെല്ലാമാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് അവരവരുടെ ആധ്യാത്മികമായിട്ടുള്ള ദൗത്യം കണ്ടെടുത്ത് ഉണരുന്ന ഒരു ജീവിത രീതിയാണ്. അവിടെയാണ് ആഗോള മേനവ സംഗമത്തിനായി ഒരുങ്ങുന്ന മേനവന്മാർക്ക് വലിയ ഉത്സാഹത്തോടെ ഊർജത്തോടെ അവരവരുടെ സമ്പത്തിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ബിസിനസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ടുഗദർ എന്ന കൺസെപ്റ്റിലൂടെ ആഗോള മേനവ ദൗത്യത്തിനായി ഒരുങ്ങുവാനായിട്ട് ഞാനും പ്രേരിപ്പിക്കുന്നത്. എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്, ഹാർട്ട് ടു ഹാർട്ട്സ്, സോൾസ് ടു സോൾസ്. അവിടെ റെസ്പോൺസിബിൾ റോൾസ്. എങ്കിൽ പിന്നെ ഒരു യുഗപരിവർത്തനം, അത് മതപരിവർത്തനമൊന്നുമല്ല. യുഗപരിവർത്തനം എന്ന് പറഞ്ഞാൽ സനാതന യോഗ സിസ്റ്റം എന്താണ് ഭാവിയെക്കുറിച്ച് കാണുന്നത്, അതിലൂടെ സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു ഉത്സാഹശീലത്വം. അവിടെയാണ് കഴിഞ്ഞതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ forgive the mistakes of others continuously, forgive one's own mistakes and find the unity of manons around the globe. അതൊരു ലീഡർഷിപ്പ് ഡൊമൈൻസ്, ലീഡർ സ്പേസ് ഡൊമൈൻസ്, ലീഡർ ക്വാളിറ്റി. ആധ്യാത്മിക ബോധമില്ലാതെ എങ്ങനെയാണ് നേതൃത്വ ശൈലിയെ ഉണർത്താൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ധ്യാനവും ജപവും മന്ത്രവുമെല്ലാം അവരവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഉള്ളിലൂടെ ഉണർത്തുന്നതാണ്. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് ചിന്തിക്കാതെ അവരവരെ കുറിച്ചിട്ടുള്ള ബോധമുണ്ടാകുവാനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. ആർക്കും യഥാർത്ഥത്തിൽ ആരെയും തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല. എന്നാൽ അവരവരെ തൃപ്തിപ്പെടുത്തുമ്പോൾ അവരവരുടെ ഉൾബോധം കൊണ്ട് മറ്റുള്ളവർക്ക് തൃപ്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തെറ്റുമല്ല. കാരണം ഉത്തരവാദിത്വ ബോധം എപ്പോഴും നിറവേറ്റുന്നത് ഹൃദയം കൊണ്ടാണ്, ബുദ്ധിശക്തി കൊണ്ടാണ്, ഗുണമേന്മ കൊണ്ടാണ്. അവിടെയാണ് ആഗോള മേനവ ദൗത്യം തുടങ്ങുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു യുഗത്തെ വരവേൽക്കുവാൻ വേണ്ടി ഒരു പുതുയുഗത്തെ നിർദ്ദേശിച്ചുകൊണ്ട് ഐ ആം ദ സൺ ഓഫ് വെള്ളയിൽ നാരായണ മേനോൻ എന്ന് ഞാനും പറഞ്ഞ് മേനവന്മാരുടെ കൂടിച്ചേരലിന് വഴിയൊരുക്കുന്നത്. 4 എന്നുള്ള ഒരു നമ്പർ, 4 ദിശ. ഏത് ദിശയിലും സ്പേസിന് ഒരുപോലെ തന്നെയാണ്. ഈസ്റ്റായാലും വെസ്റ്റായാലും സൗത്തായാലും നോർത്തായാലും. അവിടെ ഹയസ്റ്റ് 3 സിലബസും കൂടി ആകുമ്പോൾ അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു സുഖവും അനുഭൂതിയുമുണ്ട്. ലിയോനായി പണ്ട് ബ്രഹ്മാവിന് 4 മുഖങ്ങളുണ്ട് എന്നാണ് പറഞ്ഞ് മനുഷ്യരുടെ ഉൾബോധത്തെ ഉണർത്തിയിട്ടുള്ളത്. സൃഷ്ടിയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണ് ദൈവബോധം നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടി തത്വത്തിലൂടെ അവരവരെ തന്നെ ശരിക്കും മനസ്സിലാക്കി ഒരു വലിയ ഉദ്യമത്തിനുമായി മനസ്സ് തയ്യാറാകുമ്പോൾ കോസ്മിക് കോൺഷ്യസ്നെസ്സിലൂടെ തന്നെ ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കുവാനായിട്ടുള്ള മനോധൈര്യവും
ആത്മവിശ്വാസവും മനുഷ്യർക്ക് അഥവാ മേനവന്മാർക്ക് സഹജമായിട്ട് കിട്ടുന്നു. അവിടെയാണ് എന്നെപ്പോലുള്ളവരുടെ നിജരാജ യോഗിമാരുടെ ദൗത്യം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലാണെങ്കിലും അത് ഉയർന്ന ബോധം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതുകൊണ്ട് താദാത്മ്യം പ്രാപിക്കുവാൻ പറ്റുമാറ് ഓരോരുത്തരും അവരവരുടെ ഉള്ളിലൂടെ എന്നിലൂടെ ഉണരേണ്ടതും അതിന് സംശയവും കൺഫ്യൂഷനും പാടില്ലാതെ അവരവരുടെ ഉള്ളിൻ്റെ ഉണ്മയിൽ ഒരാൾ വന്നിരിക്കുന്നു എന്ന് സഹൃദയമല്ല ബുദ്ധിശക്തിയിലൂടെ പറഞ്ഞുകൊണ്ട് തന്നെ വരികയാണെങ്കിൽ അവിടെയാണ് കുറച്ചുകൂടി സനാതൻ യോഗിക് സിസ്റ്റം എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്. കൃഷ്ണനായാലും ബുദ്ധനായാലും ജീസസ് ആയാലും അതെല്ലാം വൈഷ്ണവന്മാരുടെ പാതയിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു ശിവരാമകൃഷ്ണ പോലുള്ള ഒരു ദൈവിക ദർശനം അദ്വൈതത്തിലൂടെയും വിശിഷ്ടാദ്വൈതത്തിലൂടെയും ദ്വൈതത്തിലൂടെയും ഓരോരുത്തർക്കും കണ്ടെത്താം. ഐ ആം ഇൻ ദ ലൈറ്റ് ഈസ് ഇൻ മീ, ഐ ആം ദ ലൈറ്റ്. അത് 3 ദർശനങ്ങളിലൂടെ തന്നെ മനുഷ്യർക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ ആഗോള മേനവ സംഗമത്തിന് ഒന്നുകൂടി രൂപം കൊടുക്കുകയായി. മലയാളത്തിൻ്റെ സംസ്കാരം മേനവന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് ഉണർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് മേനവന്മാരുടെ ഉയർച്ചയും കേരളത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഗുണപ്രദമായി ഭവിക്കുന്നു. ആഗോള മേനവ സംഗമം. I am here in this planet as son of Velayil Narayana Menon, Nijraj Yogic Life. Unique West, leading space, universal, global, kingdom of Misaul's Royal Cluster, Menon's Royal Cluster. Love to you all.